said you're running for me, but I'm sorry. Baby, don't be sorry for me, 'cause it's just a perfect story. You said you're running for me, but I'm sorry. Baby, don't be sorry for me, 'cause it's just a perfect story. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസിൻ്റെ തൊട്ട് തലേ ദിവസമാണ്. അപ്പോൾ അമ്മൂമ്മേനെയും കൊണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള അബുദാബി മോളിലേക്കാണ് ഇന്ന് പോകുന്നത്. അവിടെ ആക്ച്വലി വിൻ്റർ വില്ലേജ് എന്ന് പറയുന്നൊരു പരിപാടി നടക്കുന്നുണ്ട്. അത് നമ്മുടെ എല്ലാ മോൾസിലുള്ള പോലെ അവർ വിൻ്റർ, അതായത് ക്രിസ്മസ് വൈബിൽ അവർ ഡെക്കറേഷനും കാര്യങ്ങളും ഒരു മാർക്കറ്റ് പോലെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി പുള്ളിക്കാരിനെയും കൊണ്ട് ഞാൻ അബുദാബി മോളിലേക്ക് വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും വയ്യ. എനിക്ക് ചുമ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്, കോൾഡ് ഉണ്ട്. അപ്പം വീഡിയോസ് എല്ലാം ഒരുപാട് എടുത്തു വെച്ചിട്ട് അത് പിന്നെ ലാസ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ മടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം ഇത് പെട്ടെന്ന് ചെയ്യുന്നത്. ബെറ്റർ ആയിട്ടില്ല. എന്തായാലും എൻ്റെ സൗണ്ടിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ നിങ്ങളെല്ലാവരും എക്സ്ക്യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ അബുദാബിയിൽ എത്തിയിട്ട് അമ്മൂമ്മേനെ കൊണ്ട് ഓരോ സ്ഥലത്തൊക്കെ കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ഇത് എൻട്രി ചെയ്യണ ആ ഒരു ഭാഗം തന്നെയാണ്. അപ്പം നല്ല തിരക്കുണ്ട് അതിനകത്ത്. അപ്പം എന്തായാലും പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതേപോലത്തെ ഒരു സംഭവം ഞാൻ അൽവാദയിൽ കൊണ്ടുപോയപ്പോൾ, അൽവദ മോളിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലും നല്ല ഭംഗിയായിട്ടുള്ള രീതിയിലാണ് ഇവിടെ അബുദാബി മോളിൽ ഇവരിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ കുറച്ചുകൂടിയും കിഡ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലത്തെ ഡെക്കറേഷൻ ആണെങ്കിൽ ഇതെല്ലാവർക്കും ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവരിതെല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അമ്മൂമ്മനെ ഇങ്ങനെ ഫസ്റ്റ് അകത്തേക്ക് കയറ്റി വിട്ടു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇത്രയും അധികം തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്പോട്ടിൽ നിന്നിട്ട് പ്രോപ്പറായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. പിന്നെ ഞാനും അമ്മൂമ്മയും മാത്രം പോയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ ഫോട്ടോ എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ പുള്ളിക്കാരിന് ഇതേപോലെ ഒരു ചെയറൊക്കെ കണ്ടപ്പോൾ അവിടെയൊക്കെ ഇരുത്തി ഫോട്ടോസൊക്കെ എടുത്തു. മൈന്യൂട്ടായിട്ട് ടൈം എടുത്ത് നമ്മൾ അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ഓരോന്നും കണ്ടത്. പിന്നെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ വളരെ സ്ലോ ഫേസിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആരോടും ഒരു കോമ്പറ്റീഷനും ഇല്ല നമുക്ക്. നമ്മൾ വളരെ സ്ലോ ആയിട്ട് എല്ലാം കണ്ട് ഹാപ്പി ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വിൻ്റർ മാർക്കറ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് വിൻ്റർ തീമിൽ, ക്രിസ്മസ് തീമിൽ ഇവർ ഒരുപാട് കാര്യങ്ങൾ, ഡെക്കർ ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരവിടെ സെയിൽ ചെയ്യുന്ന ഒരു സ്പോട്ടാണ്. ഒരുപാട് സ്റ്റോഴ്സ് ഇതുപോലെ ഉണ്ട്. ഒരുപാട് ഹാൻഡി ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ റെസിൻ വർക്ക്സ് ഒക്കെ അറിയുന്ന ആൾക്കാർക്ക് അത് റിലേറ്റഡ് ആയിട്ട് ക്രിസ്മസ് ഈ തീമിൽ ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഈ ക്രോഷേ വർക്ക്സ് കൈകൊണ്ടൊക്കെ ചെയ്യുന്ന ഇതേപോലത്തെ ക്യൂട്ടായിട്ടുള്ള കുറേ ഭംഗിയുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടു. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളൊന്നും മേടിച്ചില്ല. എനിക്ക് തോന്നുന്നു എല്ലാം ഹാൻഡിക്രാഫ്റ്റ് ആയതുകൊണ്ടായിരിക്കണം എല്ലാം കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിരുന്നു. പിന്നെ നമുക്കതിനൊന്നും ഇപ്പോൾ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം നോക്കി അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നമ്മളിങ്ങനെ നടക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ സ്റ്റോർ ഇട്ടിട്ടുള്ള എല്ലാവർക്കും ഇൻസ്റ്റഗ്രാം ഒരു പ്രൊഫൈലൊക്കെ ഉണ്ട്. അപ്പം അവർ ആ ഒരു കാർഡൊക്കെ നമുക്ക് തരുന്നുണ്ട്, അവരുടെ പേജ് പ്രൊഫൈൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അവരുടെ പ്രൊഫഷൻ തന്നെയാണ് ഇവരിവിടെ സ്റ്റോറിൽ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളത്. അപ്പം ഇതുപോലത്തെ ജ്വല്ലറി ഐറ്റംസ് ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. കൂടുതലും എല്ലാം ക്രിസ്മസ് റിലേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്മസിൻ്റെ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ സാധനങ്ങൾ വളരെ എന്താ പറയുക, നമുക്ക് എവിടെ കിട്ടാത്ത കൈൻഡ് ഓഫ് റെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പ്രത്യേകിച്ച് ഹാൻഡ് മെയ്ഡ് എന്ന് പറയുമ്പോൾ അതിനൊരു ബ്യൂട്ടി എന്തായാലും ഉണ്ട്. അപ്പോൾ അവരുടെ ആ ഹാർഡ് വർക്കിനുള്ള ആ ഒരു പ്രൈസാണ് അവർ കൂട്ടിയിട്ടിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ മസ്റ്റായിട്ട് കൊടുക്കേണ്ടതുമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ റെസിൻ ആർട്ട് വർക്ക് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ആൽഫബറ്റ്സും കീ ചെയിൻസും ഇതെല്ലാം ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു പേജാണ്. ഞാൻ ഇൻസ്റ്റഗ്രാം അവരുടെ പ്രൊഫൈലിൻ്റെ കാർഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മളിതൊക്കെ കണ്ട് എൻജോയ് ചെയ്തു. അമ്മമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അമ്മമ്മ എന്നോട് എന്തെങ്കിലുമൊക്കെ മേടിച്ചോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കൊന്നും അങ്ങനെ വേണമെന്ന് തോന്നിയിട്ടില്ല. ഈ ഒരു വിൻ്റർ മാർക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. കാരണം ഒരുപാട് നമ്മൾ ഡെയിലി ബേസിസിന് കാണാത്ത ടൈപ്പ് ഓഫ് സംഭവങ്ങളാണ്. ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് അവരുടെ പ്രൊഫഷനായിട്ട് അവർ ആ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ അതുമാത്രമല്ല, ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഹോം ഡെക്കേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ ഒരു സ്പോട്ട് തന്നെയായിരുന്നു അത്. ഞാൻ തറലി എൻജോയ് ചെയ്തു. പിന്നെ അമ്മൂമ്മേനെ കുറച്ച് നേരം, ഇത്രയും നേരം നടന്നതല്ലേ വെച്ച് കുറച്ച് നേരം അവിടെ ഒരു ചെയറിലൊക്കെ ഇരുത്തി പുള്ളിക്കാർക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളിങ്ങനെ പതുക്കെ അവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അക്കി നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഹാഫ് വേ നമ്മളൊന്ന് നടക്കണം. അതിനുശേഷം UAE നാഷണൽ ഡേയുടെ സമയത്ത് ഇവിടെ നമ്മുടെ അബുദാബി കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു റോഡ്സിലെല്ലാം. അപ്പോൾ ആ ഒരു ഏരിയയിലൂടെയൊക്കെ അമ്മൂമ്മേനൊന്ന് ലൈറ്റിങ്ങും പരിപാടിയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാനാണ് നമുക്ക് ഇനിയുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ അബുദാബി മോളിൽ നിന്ന് അമ്മൂമ്മ കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചു ഇഷ്ടപ്പെട്ടോ. അപ്പം അമ്മൂമ്മയ്ക്ക് തറലി അമ്മൂമ്മ എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞു. എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളിതേ ഇങ്ങനെ ഓരോ ഫിൽറ്ററൊക്കെ വെച്ച് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. അമ്മൂമ്മയ്ക്ക് എന്താണെന്ന് അറിയില്ല, ഈ എസ്കുലേറ്റേഴ്സിൽ കയറാൻ കുറച്ച് ഭയമാണ്. പണ്ടൊക്കെ കയറിയായിരുന്നു. ഇപ്പം മേ ബി ഏജ് ആയതുകൊണ്ട് തന്നെ ആ ഒരു കാലിൻ്റെ ആ ഒരു ബാലൻസിങ് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളിക്കാരിക്ക് കയറാൻ പേടിയാണ്. അപ്പോൾ നമ്മൾ ലിഫ്റ്റൊക്കെ കയറിയിട്ടാണ്, ലിഫ്റ്റിലൊക്കെയാണ് വന്നത്. അപ്പോൾ ലിഫ്റ്റ് വേറൊരു സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇത്തിരി നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അബുദാബി മോളിൻ്റെ ഫ്രണ്ടിൽ ഞാൻ നിർത്തി വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ചിങ്ങനെ നടന്നു പോവാണ്. നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെയാണ്, ഭയങ്കര നിയറാണ് നമ്മുടെ അബുദാബി മോള്. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. അപ്പം അമ്മമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മമ്മയ്ക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റോഡ് റൂൾസ് ഇവിടുത്തെ അബുദാബിത്ത് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിക്കാർക്ക്. എസ്പെഷ്യലി ഈ സീബ്ര ക്രോസിൻ്റെ സമയത്ത് നമ്മൾ ക്രോസ് ചെയ്യുന്നതും ബാക്കി വണ്ടികൾ വെയിറ്റ് ചെയ്യുന്നതും പിന്നെ നമുക്ക് സൈഡിൽ ഇങ്ങനെ നമുക്ക് സിഗ്നൽ കൊടുക്കാമല്ലോ, അങ്ങനെയുള്ള ആ ഒരു പ്രസ് ചെയ്യുന്ന സംഭവമൊക്കെ കണ്ടപ്പോൾ പുള്ളിക്കാർക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അമ്മമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വിൻ്റർ ടൈമിൽ ഇവർ നടുന്ന ഈ പൂക്കൾ, അതിൻ്റെ ഒരു ഭയങ്കര കളർഫുള്ളായിട്ടുള്ള പൂക്കളാണ് എല്ലാ സൈഡിലും. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ പതുക്കെ എൻജോയ് ചെയ്ത് വരികയായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ അക്കി വന്നു. ഞങ്ങളതേ നമ്മുടെ അബുദാബി റോഡിലൂടെ ഇങ്ങനെ പോവാണ്. ഇവിടെ നാഷണൽ ഡേയുടെ ടൈമിൽ കത്തിച്ച ലൈറ്റാണ് ഇതൊക്കെ. ഇതൊന്നും ഇവരത് മാറ്റിയിട്ടില്ല. എന്തായാലും ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ചിട്ടായിരിക്കാം, കുറച്ച് കഴിയുമ്പോൾ അത് റിമൂവ് ചെയ്യായിരിക്കും. എനിവേ ഈ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് നമ്മളിത് അമ്മൂമ്മയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഞങ്ങൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഡ്രൈവ് പോണ പരിസരങ്ങളിലൊക്കെയാണ് അമ്മൂമ്മേനെ കൊണ്ടുപോയി കാണിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒപ്പം പറയുന്നുണ്ട് ഇവിടേക്കാണ് ഞങ്ങൾ രണ്ടുപേരും വരാറ്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് അതൊക്കെ കാണിച്ചു കൊടുത്ത് അതൊക്കെ നമുക്ക് വളരെ സന്തോഷമുണ്ടായ ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ അമ്മൂമ്മ എപ്പോഴും പറയും, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നീ ഇങ്ങനെ എപ്പോഴും പറയൂ എന്നെ കൊണ്ടുവരുന്നു, പക്ഷേ ഇതിപ്പോൾ ലൈവായിട്ട് ഇവിടെ UAE നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ UAE എത്തി എന്നുള്ളത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അമ്മൂമ്മയ്ക്ക് അത് വളരെ എന്താ പറയുക, ഡ്രീം കം ട്രൂ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. എന്നെ സംബന്ധിച്ചിട്ടും സെയിം ഫീലിംഗ് ആണ്. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ ഡ്രൈവൊക്കെ പോയി തിരിച്ച് വീട്ടിലോട്ട് വന്നു. ഞാൻ ഇന്ന് ആക്ച്വലി നമ്മുടെ ക്രിസ്മസിൻ്റെ ആ ഒരു ഇതൊക്കെ ആയതുകൊണ്ട് ഞാൻ സ്ഥിരമായി ഉണ്ടാക്കുന്ന എൻ്റെ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ട്. അപ്പോൾ ആ റെസിപ്പി ഞാൻ അമ്മൂമ്മയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ക്രിസ്മസും കൂടി ആയതുകൊണ്ട് എല്ലാം കൂടി ഒരു കോംബോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ചിക്കൻ ബിരിയാണി. ഇത് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ചതാണ്. നമ്മളാരും കഴിച്ചിട്ടില്ല. ആക്കി വന്ന് നൈറ്റ് നമ്മൾ ക്രിസ്മസിൻ്റെ ആ ഒരു ടൈമിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്ക് നീനി റിജു ചേട്ടൻ തന്ന പ്ലം കേക്കാണ് നിങ്ങൾ കണ്ടത്. പിന്നെ അക്കി വൈൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുതിയതായിട്ട് നമുക്കൊരു കേക്കും കൂടിയും നമ്മുടെ ബിൽഡിങ്ങിലുള്ള അക്കീൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതും നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഈ ഒരു കാപ്രിക്കോൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. നല്ല രസമായിട്ട് ഉള്ളിൽ അവരിങ്ങനെ ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീം മേരി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയിട്ടുള്ള കോട്ടൊക്കെ ഉള്ള ഒരു സംഭവമാണ്. എന്തായാലും നല്ല ടേസ്റ്റി ആയിരുന്നു. നീനയും റിജു ചേട്ടൻ തന്ന കേക്ക് നല്ല സോഫ്റ്റ് ആയിരുന്നു. ഇത് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് ഇത്തിരി ഹാർഡായിരുന്നു. പക്ഷേ രണ്ടും ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് വൈൻ പൊട്ടിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ഫുഡ് അടിക്കാം കേക്കൊക്കെ കഴിച്ചിട്ട്. പിന്നെ ഈ ഇത് ബാംഗ്ലൂർ പോയപ്പം ഞാൻ മേടിച്ചൊരു ക്രിസ്മസ് സാന്താക്ലോസിൻ്റെ ഒരു ഇതാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പം ഞാനത് വെറുതെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അക്കി വന്നിട്ട് വൈൻ പൊട്ടിക്കുന്ന സീനാണ് അടുത്തത്. വൈൻ പൊട്ടിച്ച് അമ്മൂമ്മ വൈൻ കുടിക്കുന്നത് നമ്മൾ വിചാരിച്ചില്ല. എന്തായാലും ഗ്ലാസ്സിൽ നമ്മൾ ഒഴിച്ചു. പിന്നെ അമ്മൂമ്മയോട് ചോദിച്ചപ്പോൾ അമ്മൂമ്മ ആദ്യം ഒരു നോ ഒക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ കൂടെ കൂടി എന്തായാലും നമ്മൾ ചിയേഴ്സൊക്കെ പറഞ്ഞു. പിന്നെ അമ്മൂമ്മേനെ കൊണ്ട് നമ്മളൊരു കേക്ക് മുറിപ്പിച്ചു. അപ്പോൾ എന്തായാലും എല്ലാം കൂടി നോക്കുമ്പോഴും ഭയങ്കര ഒരു ഹാപ്പി മൂഡാണ്. ഭയങ്കര സന്തോഷമുള്ളൊരു ക്രിസ്മസ് ആണ് ഈ ഒരു 2024 ക്രിസ്മസ്. അമ്മൂമ്മയൊക്കെ ഉണ്ടായതുകൊണ്ട് വളരെ ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മൾ അടുത്ത കേക്കും കൂടി കട്ട് ചെയ്ത് അതിൻ്റെ അകത്തുനിന്നൊരു പീസൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഇവരെല്ലാവരും ബിരിയാണിയൊക്കെ കഴിച്ചു.
അങ്ങനെ നമ്മുടെ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇതൊരു കുഞ്ഞ് ഒരു വ്ളോഗാണ്, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം പിന്നെ അമ്മൂമ്മേനെയും കൂട്ടിയിട്ട് നമ്മളിനി ഒരുപാട് സ്ഥലത്ത് പോകാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ ആ വീഡിയോസിൽ നമുക്ക് വീഡിയോ കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.